എന്റെ മാത്രം. രചന SMG. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കോളേജ് ക്യാമ്പസിലെ ആ പഴയ മരച്ചുവട്ടിലിരിക്കായിരുന്നു സിദ്ധാർത്ഥും ഗോപികയും. വൈകുന്നേരത്തെ ഇളം കാറ്റ് ഗോപികയുടെ മുഖത്ത് മുടിയിഴകൾ തഴുകി കടന്നുപോയി. അവളുടെ കണ്ണുകളിൽ എന്തോ ഒരു ആശങ്ക നിഴലിക്കുന്ന കണ്ടപ്പോൾ സിദ്ധാർത്ഥ് മെല്ലെ അവളുടെ കൈകൾ കോർത്തു പിടിച്ചു. എന്താ ഗോപു, നീ നാഗം മൂടോട്ടാണല്ലോ, വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുകയാണോ? സിദ്ധാർത്ഥ് മൃദുവായി ചോദിച്ചു. ഗോപിക ദൂരേക്ക് നോക്കി നെടുവീർപ്പെട്ടു. സിധു, എനിക്ക് പേടിയാവുന്നു. എൻ്റെ വീടിൻ്റെ അവസ്ഥ നിനക്കറിയാലോ. അച്ഛൻ്റെ വരുമാനം കൊണ്ട് കഷ്ടിച്ച കാര്യങ്ങൾ നടക്കുന്നു. എൻ്റെ പഠനം പോലും ഇങ്ങനെ പൂർത്തിയാവുമെന്ന് എനിക്കറിയില്ല. ഈ ദാരിദ്ര്യത്തിനിടയിൽ നിന്റെ സ്നേഹം എനിക്ക് അർഹതപ്പെട്ടതാണോന്ന് ഞാൻ ചിന്തിച്ചു പോവുക. സിദ്ധാർത്ഥ് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവന് നേരെ തിരിച്ചു. അവൻ്റെ കണ്ണുകളിൽ കടലിനേക്കാൾ ആഴമുള്ള സ്നേഹമുണ്ടായിരുന്നു. നിന്റെ കണ്ണിൽ ആ തിളക്കവും നിന്റെ മനസ്സുവാ എനിക്ക് പ്രിയപ്പെട്ടത്. നിനക്ക് പഠിക്കണോ? നീ പഠിക്കും. ഈ സിദ്ധാർത്ഥ് കൂടെയുള്ളപ്പോൾ എൻ്റെ പെണ്ണ് ഒന്നിനും ബുദ്ധിമുട്ടില്ലാതെ പഠിക്കും. അതിന് എന്ത് പണിയെടുത്തു? ഞാൻ പണം ഉണ്ടാക്കും. ഗോപികയുടെ കണ്ണുകൾ നിറഞ്ഞു. സിധു, നിനക്ക് നിൻ്റെതായ സ്വപ്നങ്ങളില്ലേ? എനിക്ക് വേണ്ടി നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നു? നിന്റെ സമ്പാദ്യമെല്ലാം. അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചവൻ തടഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നീയാണ് ഗോപിയെ. നീ ഉയരങ്ങളിൽ എത്തുന്ന കാണുന്ന എൻ്റെ വിജയം. നിനക്ക് തണലേകാൻ കഴിയുന്നതിലാണ് എൻ്റെ സന്തോഷം. ഈ ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും നിന്റെ നിഴലായി ഞാൻ കൂടെയുണ്ടാവും, മരണം വരെ. അവനവളുടെ നെറ്റിൽ തലോടിക്കൊണ്ട് തുടർന്നു. ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും നമ്മൾ ഒന്നിച്ചായിരിക്കും. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരെൻ്റെ നെഞ്ചിലാണ് വീഴുന്നത്. അതുകൊണ്ട് ഇനി നീ കരയരുത്. നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് എപ്പോഴും ഓർക്കുക. ഗോപിക അവൻ്റെ തോളിലേക്ക് തലയായിച്ചു. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടാ. നീ തരുന്ന ഈ സ്നേഹത്തിന് പകരമായിട്ട് എനിക്ക് എന്ത് നൽകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി ഗോപികയെ. എന്നെ തനിച്ചാക്കി പോയില്ലെന്നൊരു ഉറപ്പ് മാത്രം. സിദ്ധാർത്ഥ് വികാരാധീനനായി പറഞ്ഞു. ആ നിമിഷം ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് താനെന്ന് സിദ്ധാർത്ഥ് വിശ്വസിച്ചു. പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി എന്നും സഹിക്കാൻ തയ്യാറായ ഒരു കാമുകന്റെ നിഷ്കളങ്കമായ പ്രണയം ആ മരച്ചുവട്ടിൽ പൂത്തുലഞ്ഞു നിന്നു. സിദ്ധാർത്ഥിന്റെ തോളിൽ തലയായിച്ച് അവന്റെ വാഗ്ദാനങ്ങളിൽ അഭയം കണ്ടെത്തിയിരിക്കുകയായിരുന്നു ഗോപിക. അപ്പോഴാണ് പിന്നിൽ നിന്നും പരിചിതമായൊരു ശബ്ദം കേട്ടത്. മതി മതി, കുറെ നേരമായാലും രണ്ടാളും കൂടി ഇവിടെ റോമിയോയും ജൂലിയറ്റും കളിച്ച് നിൽക്കുന്നു. ഇത്തിരി നേരം മാറിയപ്പോഴേക്കും ലോകം മറന്നുള്ള ഇരിപ്പാണല്ലോ. ചിരിച്ചുകൊണ്ട് അവിടേക്ക് നടന്നു വന്ന നിരഞ്ജനയായിരുന്നു. ഗോപികയുടെ ഉറ്റ സുഹൃത്തും സിദ്ധാർത്ഥിന്റെ നല്ലൊരു അഭ്യുദയകാംക്ഷിയുമായിരുന്നു നിരഞ്ജന. ഗോപിക പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ തോളിൽ നിന്ന് തലയുയർത്തി കണ്ണുകൾ തുടച്ചു. അത് കണ്ടത് നിരഞ്ജനയുടെ ഭാവം മാറി. അവൾ വേഗത്തിൽ വന്ന് ഗോപികയുടെ അരികിലിരുന്നു. എന്താ ഗോപികയെ, നീ എന്തിനെ കരയുന്നു? ഇവ നിന്നെ വല്ലതും പറഞ്ഞു വിഷമിപ്പിച്ചോ? നിരഞ്ജന സിദ്ധാർത്ഥിനെ തമാശ രൂപേണ തുറിച്ചു നോക്കി. ഏയ്, സിദ്ധൊന്നും പറഞ്ഞില്ലടാ. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ. ഗോപിക വാക്കുകൾ പൂർത്തിയാക്കാതെ തലതാഴ്ത്തി. നിരഞ്ജന അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. നിന്റെ ഈ ആലോചന ഇതുവരെ തീർന്നില്ലേ? നിനക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് നിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. കണ്ടില്ലേ? നിന്റെ ഒരു തുള്ളി കണ്ണുനീര് വീഴുമ്പോൾ ഇവന്റെ മുഖം വാടുന്നു. സിധുവിനെ പോലെ നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടാൻ നീ പുണ്യം ചെയ്തിരിക്കണം ഗോപികെ. സിദ്ധാർത്ഥന്ന് പുഞ്ചിരിച്ചു. ഞാൻ അവളോട് അത് തന്നെയാണോ പറയുന്നത്? എന്തു വന്നാലും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന്. നിരഞ്ജന സിദ്ധാർത്ഥിന്റെ കൈ പിടിച്ച് ഗോപികയുടെ കൈപ്പത്തിക്ക് മുകളിൽ വെച്ചു. സിധു, നീ ഇവൾക്ക് നൽകുന്ന ഈ സ്നേഹമുണ്ടല്ലോ, അത് തന്നെയാ ഇവിടെ ഏറ്റവും വലിയ കരുത്ത്. ഗോപികെ, നിന്റെ പഠനവും നിന്റെ കുടുംബമെല്ലാം നമുക്ക് നോക്കാം. നീ തനിച്ചാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിനക്ക് വേണ്ടി വാദിക്കാൻ ഞാനുണ്ടാവും. നിന്നെ പൊന്നുപോലെ നോക്കാൻ ഇവനുണ്ടാവും. നിരഞ്ജന സിദ്ധാർത്ഥ നേരെ തിരിഞ്ഞ് പറഞ്ഞു. സിധു, ഇവളെ ഞാൻ നിന്റെ കൈകളിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് കൈവിടില്ലല്ലോ. സിദ്ധാർത്ഥ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഒരിക്കലുമില്ല നിരഞ്ജന, എൻ്റെ ജീവനുള്ളിടത്തോളം ഇവള് സുരക്ഷിതയായിരിക്കും. എന്നാ പിന്നെ നമുക്ക് ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചാലോ? ഈ സങ്കടക്കട തീർക്കാം, നിരഞ്ജന ഉത്സാഹത്തോടെ പറഞ്ഞു. അവളുടെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ ഗോപികയുടെ മനസ്സിലെ കാർമേഘങ്ങളെ മാറ്റി. സിദ്ധാർത്ഥിന്റെ സ്നേഹവും നിരഞ്ജനയുടെ കരുതലും ചേർന്നപ്പോൾ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെ നേരിടാൻ തനിക്ക് കഴിയുമെന്ന് ഗോപികക്ക് തോന്നി. പതിവ് പോലെ അന്നും സിദ്ധാർത്ഥും ഗോപികയും കോളേജിലേക്ക് പുറപ്പെട്ടു. പ്രമോദേട്ടന്റെ ഓട്ടോയിലായിരുന്നു യാത്ര. സിദ്ധാർത്ഥിന് എപ്പോഴും പ്രമോദേട്ടനെയായിരുന്നു വിശ്വാസം. സൂക്ഷിക്കണം പ്രമോദേട്ടാ, സമയത്തിനെത്തണം, സിദ്ധാർത്ഥ് ഓർമ്മിപ്പിച്ചു. ഒരു ദിവസം വൈകുന്നേരം സിദ്ധാർത്ഥും ഗോപികയും നഗരത്തിലെ തിരക്കുള്ള ഒരു കഫേയിൽ ഇരിക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് തന്റെ ചെറിയ വരുമാനത്തിൽ ചേരുന്ന സാധാരണ കോഫിയാണ് ഓർഡർ ചെയ്ത്. അപ്പോഴാണ് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രൗഢിയോടെ അശ്വിൻ അവിടേക്ക് കടന്നു വന്ന്. സിദ്ധാർത്ഥിനെ കണ്ടതും അശ്വിൻ പുഞ്ചിരിയോടെ അങ്ങോട്ട് നടന്നു വന്നു. ഡാ സിധു, എത്ര കാലയിട കണ്ടിട്ട്? അശ്വിൻ സിദ്ധാർത്ഥിന് കൈ കൊടുത്തു. സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ എഴുന്നേറ്റു. അശ്വിൻ, നീ ഇതെപ്പോ നാട്ടിൽ വന്നു? ഇതാണ് ഗോപിക. സിദ്ധാർത്ഥ് അഭിമാനത്തോടെ ഗോപികയെ അശ്വിന് പരിചയപ്പെടുത്തി. അശ്വിൻ ഗോപികയെ നോക്കിയൊന്ന് തലയാട്ടി. അവന്റെ നോട്ടം അവളുടെ കണ്ണുകളിലായിരുന്നു. സിധു, നീ ഭാഗ്യവാനാടാ. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ നിനക്ക് കിട്ടിയില്ലേ?
അശ്വിന്റെ വാക്കുകളിലെ പുകഴ്ത്തൽ ഗോപികയെ കുറച്ചൊന്ന് ലജ്ജിപ്പിച്ചു. സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അശ്വിൻ എന്റെ പഴയ ഫ്രണ്ടാണ് ഗോപിയെ. ഇവനിപ്പോ വലിയ ബിസിനസ്സുകാരനാ. അശ്വിൻ ആ കസേരയിൽ വന്നിരുന്നു. അവൻ വെയിറ്ററെ വിളിച്ച് അവിടെയുള്ള ഏറ്റവും വില കൂടിയ ഡ്രിങ്ക്സ് അവർക്കായി ഓർഡർ ചെയ്തു. സിധു, നീ ലോക്കൽ കോഫി ഒന്നും കുടിച്ചാൽ പോരാ, ഇടയ്ക്ക് നല്ല ടേസ്റ്റ് ചെയ്യണം. സംസാരത്തിനിടയിൽ അശ്വിൻ വളരെ ലാഘവത്തോടെ ചോദിച്ചു. പിന്നെ സിധു, നിന്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ? അമ്മയച്ഛനൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചു. ആ, സുഖമായിട്ടിരിക്കുന്നടാ. നാളെ അച്ഛൻ്റെ കുടുംബത്തിലൊരു കല്യാണമുണ്ട്, എറണാകുളത്താ. അച്ഛനും അമ്മയും നേരത്തെ പോയി. എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ഞാൻ നാളെ രാവിലെ തിരിക്കും. അശ്വിന്റെ കണ്ണുകളിൽ തിളക്കം മിന്നി മറഞ്ഞു. അവൻ ഗോപിയെ നോക്കി. അപ്പൊ നാളെ നീ ഇവിടെ കാണില്ലേ? എത്ര ദിവസം ഉണ്ടാവും അവിടെ? നാളെ പോയ പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തും. ഇവിടെ ഗോപിയുടെ കാര്യമൊക്കെ എനിക്ക് വിഷമം. ഞാനില്ലാത്തപ്പോൾ കോളേജിൽ പോകാൻ ബസ് കയറണം. പ്രമോദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടോ ആയിട്ട് വരാൻ. സിദ്ധാർത്ഥ് തന്നെ നിഷ്കളങ്കതയിലെല്ലാം തുറന്നു പറഞ്ഞു. ഓ, അതോർത്ത് നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് പോയിക്കോ. കുടുംബത്തിലെ കല്യാണമല്ലേ, അത് കൂടാതെ പറ്റില്ലല്ലോ. അശ്വിൻ സിദ്ധാർത്ഥിന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. സംസാരത്തിനിടയിൽ അശ്വിൻ സിദ്ധാർത്ഥിനോടാണ് സംസാരിച്ചെങ്കിലും അവന്റെ നോട്ടം മുഴുവൻ ഗോപികയുടെ ആഭരണങ്ങളിലും അവളുടെ പഴയ മോഡൽ ഫോണിലുമായിരുന്നു. ഗോപിക, ഈ ഫോണൊക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ? സിധു, നിങ്ങൾക്ക് നല്ലൊരു ഫോൺ വാങ്ങിക്കൊടുക്കുക. പ്രണയിച്ചാൽ മാത്രം പോരാ, അവൾക്ക് വേണ്ട നൽകാൻ കഴിയും വേണം. അശ്വിൻ ഒരു തമാശ പോലെ പറഞ്ഞു. പോകുന്നതിന് മുമ്പ് അശ്വിൻ തന്റെ വിസിറ്റിംഗ് കാർഡ് മേശപ്പുറത്ത് വെച്ചു. സിധു, നീ തിരക്കില്ലാത്ത സമയം എന്നെ വിളിക്കുക. ഇപ്പം അല്പം തിരക്കില്ല ഞാൻ, നമുക്ക് പിന്നീട് കാണാം. അശ്വിൻ അവിടുന്ന് പോയപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു. അവൻ കുറച്ച് പൈസക്കാരനാണെങ്കിലും ആത്യന്തികമായിട്ട് പാവാണ് ഗോപിയെ. എന്നാൽ ഗോപിയുടെ മനസ്സിൽ അശ്വിൻ തന്നിലേക്ക് നോക്കിയ ആ നോട്ടവും അവൻ ഓർഡർ ചെയ്ത വില കൂടിയ പാനീയത്തിന്റെ രുചിയും ഒരു മാറ്റമുണ്ടാക്കിയിരുന്നു. സിദ്ധാർത്ഥിന് നൽകാൻ കഴിയാത്ത എന്തോ ഒന്ന് അശ്വിനിലുണ്ടെന്ന് അവൾക്ക് തോന്നി. പിറ്റേ ദിവസം സിദ്ധാർത്ഥ് എറണാകുളം പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഗോപിയെ, ഞാൻ പോയിട്ട് വരുന്നവരെ ശ്രദ്ധിക്കണം. പ്രമോദിന്റെ ഓട്ടോ വിളിച്ചാൽ മതി കേട്ടോ, അവനെ ഓർമ്മിപ്പിച്ചു. പക്ഷേ സിദ്ധാർത്ഥ് പോയതോടെ കാര്യങ്ങൾ മാറി. രാവിലെ ഗോപി കോളേജിൽ പോകാൻ ഇറങ്ങിയതേയുള്ളൂ. മുറ്റത്ത് വന്നിരുന്ന വെള്ള ലക്ഷറി കാർ കണ്ട് അവൾ സ്തംഭിച്ചു പോയി. അശ്വിൻ കൂളിംഗ് ഗ്ലാസ് മാറ്റി കാറിൽ നിന്നിറങ്ങി അവൾക്ക് നേരെ നടന്നു വന്നു. അശ്വിൻ, നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു? ഇവിടെ എങ്ങനെ എത്തി? ഗോപിക പരിഭ്രമത്തോടെയും അത്ഭുതത്തോടെയും ചോദിച്ചു. അശ്വിൻ ഒന്ന് ചിരിച്ചു. ആ ചിരിയിലൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടില്ലേ? അത് കഴിഞ്ഞ് ഞാൻ സിറ്റിയിലേക്ക് പോകുമ്പോൾ ആകസ്മികമായി നിങ്ങളെ കണ്ടിരുന്നു. സിദ്ധുവിനോട് സംസാരിച്ച് നീ വീട്ടിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി ഇതാ നിന്റെ വീടെന്ന്. എൻ്റെ കണ്ണിപ്പെട്ടൊന്നും ഞാൻ അത്ര വേഗം മറക്കാറില്ല ഗോപിയെ. അശ്വിൻ്റെ ആ വാക്കുകൾ ഗോപികൾ ചെറിയൊരു വിറയിലുണ്ടാക്കി. അവൻ തന്നെ ശ്രദ്ധിച്ചിരുന്നു എന്നറിവ് അവളിൽ ഒരു പ്രത്യേക സന്തോഷം നൽകി. പക്ഷേ ഇപ്പം ഇവിടെ അവൾ വാക്കുകൾ മുഴുമിച്ചില്ല. സിദ്ധു വിളിച്ചിരുന്നു. അശ്വിൻ വളരെ ലാഘവത്തോടെ കള്ളം പറഞ്ഞു. അവൻ എറണാകുളത്ത് പോയതാണ്. അശ്വിൻ, അവൾക്ക് പ്രമോദന്റെ ഓട്ടോ വിളിക്കാൻ മടിയാണ്, നീ വഴിയിലുണ്ടെങ്കിൽ ഒന്ന് നോക്കണേന്നും പറഞ്ഞു. വെറുതെ നിന്നാ പഴയ ഓട്ടോയിൽ കഷ്ടപ്പെടുന്നു. വായോ, ഞാൻ കൊണ്ടുവിടാം. അശ്വിൻ കാറിന്റെ മുൻസീറ്റിലെ ഡോർ അവൾക്കായി തുറന്നു കൊടുത്തു. വേണ്ട അശ്വിൻ, ഞാൻ പൊയ്ക്കോളാം. സിദ്ധുവിനോട് ഞാൻ പറഞ്ഞോളാം. ഗോപികൊന്നും മടിച്ചു. സാറില്ല ഗോപി, സിദ്ധുവിനോട് ഞാൻ സംസാരിച്ചോളാം. വെയിലത്തുനിന്ന് വാടാതെ കയറിയിരിക്കുക. നിന്നെ പോലെ ഒരാൾ ബസ്സിൽ ഓട്ടോയിലൊക്കെ തൂങ്ങിപ്പോകുന്ന കാണാൻ എനിക്ക് വിഷമമുണ്ട്. അശ്വിന്റെ ആ പുകഴ്ത്തലുകൾക്ക് മുന്നിൽ അവളുടെ മടിയെല്ലാം പതുക്കെ അലിഞ്ഞുപോയി. സിദ്ധാർത്ഥ് പറഞ്ഞതാണെന്ന് കേട്ടപ്പോൾ ഗോപിക്ക് വിശ്വാസമായി. അവൾ കാറിൽ കയറി. കാറിനുള്ളിലെ ആഡംബരവും എയർ കണ്ടീഷന്റെ തണുപ്പും ഗോപിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. പക്ഷേ യാത്രകളിൽ അശ്വിന്റെ സംസാരം സിദ്ധാർത്ഥിനെ കുറിച്ചായിരുന്നില്ല. കാറിലെ ആഡംബര യാത്രകൾ പിന്നീട് നിത്യസംഭവമായി. സിദ്ധാർത്ഥിന്റെ കൂടെ ബസ്സിലും ഓട്ടോയിലും യാത്ര ചെയ്തിരുന്ന ഗോപിക്ക് അശ്വിനോടൊപ്പമുള്ള യാത്രകൾ കൂടുതൽ സ്റ്റാറ്റസ് നൽകുന്നതായി തോന്നി. അശ്വിൻ അവളെ വലിയ ഹോട്ടലുകളിലും ഷോപ്പിംഗ് മാളുകളിലും കൊണ്ടുപോയി. ഒരു വൈകുന്നേരം കാറിൽ വെച്ച് അശ്വിൻ അവളുടെ കൈകൾ പിടിച്ചു. ഗോപിയെ, സിദ്ധു പാവൊക്കെ തന്നെയാ. പക്ഷെ നിന്നെ പോലൊരു സുന്ദരിക്ക് വേണ്ട ഇത്തരം ജീവിത. അവൻ കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കുമായിരിക്കും, പക്ഷെ നിനക്ക് ആഗ്രഹിച്ചൊന്നും വാങ്ങിത്തരാൻ അവന് കഴിയില്ല. അശ്വിൻ തന്റെ ഫോണിലെ വലിയ വീടിന്റെയും വിദേശയാത്രകളുടെയും ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. പണമില്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഓർത്ത് ഗോപികയുടെ മനസ്സിലൊരു അപകർഷതാബോധം തോന്നി. ഗോപിക ആദ്യമൊന്നും മടിച്ചെങ്കിലും അശ്വിൻ നീട്ടിയ വില കൂടിയ സ്വർണ്ണമാലയും സ്മാർട്ട് ഫോണും ബ്രാൻഡഡ് വസ്ത്രങ്ങളും കണ്ടപ്പോൾ അവളുടെ മനസ്സിലെ പ്രണയം പണത്തിന് വഴിമാറി. സിദ്ധാർത്ഥിന്റെ ഫോൺ കോളുകൾ അവൾ അവഗണിക്കാൻ തുടങ്ങി. തന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നതിനിടയിലായി അശ്വിൻ അവളുടെ കൂടെ കൂടി. എറണാകുളത്തെ തിരക്കുകൾക്കിടയിലും സിദ്ധാർത്ഥിന്റെ മനസ്സ് മുഴുവൻ ഗോപികയിലായിരുന്നു. പണ്ടവൻ ഫോൺ എടുക്കാൻ 5 മിനിറ്റ് വൈകിയാൽ പിണങ്ങുന്ന, ഓൺലൈനിലുണ്ടായിട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിൽ ചീത്ത പറയുന്ന ആ പഴയ ഗോപികയെ അവൻ മിസ് ചെയ്തു. പക്ഷെ ഇപ്പോൾ കഥ മാറി തുടങ്ങിയിരിക്കുന്നു. അന്ന് രാത്രി 10 മണിയായിട്ടും അവളുടെ കോൾ വരാത്തതുകൊണ്ട് സിദ്ധാർത്ഥ അങ്ങോട്ട് വിളിച്ചു. ഹലോ ഗോപികെ, നീ ഉറങ്ങിയോ? എത്ര നേരം ഞാൻ നോക്കുന്നു, ഒരു മെസ്സേജ് പോലും കണ്ടില്ലല്ലോ. അവന്റെ ശബ്ദത്തിൽ ആകുലതയുണ്ടായിരുന്നു. മറുപുറത്തുനിന്ന് വളരെ തണുത്ത പ്രതികരണമായിരുന്നു. ഓ, ഞാനിവിടെ തിരക്കിലായും സിദ്ധു. പിന്നെ എനിക്ക് നല്ല തലവേദനയുണ്ട്, എനിക്ക് സംസാരിക്കാൻ വയ്യ. നാളെ വിളിക്കാം, ഞാൻ ഫോൺ വെക്കുക. എന്തു പറ്റി വേണേ? നീ വല്ല മരുന്ന് കഴിച്ചോ? ഞാൻ വേണമെങ്കിൽ നിരഞ്ജനയോട് പറയട്ടെ അങ്ങോട്ട് വരാൻ. അയ്യോ വേണ്ട, അതൊക്കെ തനിയെ മാറിക്കോളും. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഞാൻ ഉറങ്ങാൻ പോവാ. ഒരു ഗുഡ് നൈറ്റ് പോലും പറയാതെ അവൾ ഫോൺ കട്ട് ചെയ്തു.
കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് സിദ്ധാർത്ഥ അവിശ്വസനീയതയോടെ നോക്കി നിന്നു. താൻ ശല്യം ചെയ്യുന്നു എന്നാണ് അവൾ ഇപ്പോൾ പറഞ്ഞത്. സിധു സംശയത്തോടെ ആലോചിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ വിളിച്ചപ്പോൾ അവളുടെ ഫോൺ ബിസിയായിരുന്നു. അരമണിക്കൂറോളം കഴിഞ്ഞ് അവൾ തിരികെ വിളിച്ചപ്പോൾ സിദ്ധാർത്ഥ ചോദിച്ചു, നീ ഇത്ര നേരം ആരോടെ ഗോപിക സംസാരിച്ചേ? ഞാൻ കുറെ നേരം വിളിക്കുന്നു. അതുവരെ ശാന്തമായിരുന്ന ഗോപിക പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. നീ എന്താ എന്നെ സംശയിക്കുകയാണോ? എനിക്ക് ആരോടും സംസാരിക്കാൻ പാടില്ലേ? എന്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചാ അതിന് എനിക്കിപ്പോ എന്താ? സിദ്ധാർത്ഥിന്റെ നെഞ്ചിൽ ഒരു വലിയ ഭാരം അനുഭവപ്പെട്ടു. അവൻ വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, സംശയിച്ചല്ല ഗോപിയെ, നീ സാധാരണ ഇത്ര നേരം ആരെയും വിളിക്കാറില്ലല്ലോ. മുമ്പൊക്കെ നീ ആരോട് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു കോൾ ഉണ്ടാ അത് കട്ട് ചെയ്തതിനോട് സംസാരിക്കാറുണ്ടായിരുന്നു. ഞാൻ വിളിക്കുന്ന നിമിഷത്തിനായി നീ കാത്തിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിന്നെ മാറ്റി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗോപിയെ. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ലേ. നീ ഇങ്ങനെ പോസസീവ് ആവില്ലേ സിധു. എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് സ്വാതന്ത്ര്യം വേണം. എപ്പോഴും നിന്റെ ചോഞ്ചയിൽ സഹിക്കാൻ എനിക്ക് വയ്യ. ആൾ ഫോൺ വെച്ചു. സിദ്ധാർത്ഥ തകർന്നുപോയി. തന്നെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന പെണ്ണാണ് ഇന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അശ്വിന്റെ കാറിലിരുന്ന് അവൾ കാണുന്ന ആ പുതിയ ലോകം സിദ്ധാർത്ഥിനെ അവളിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് മാറ്റി കഴിഞ്ഞിരുന്നു. അറിയാതെ സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ആ രാത്രി നിരഞ്ജനെ വിളിച്ചു. നിരഞ്ജന, അവൾക്ക് എന്തോ ഒരു മാറ്റം. അവൾ പഴയ ഗോപികയല്ല. എനിക്ക് പേടിയാവുന്നടാ. നീ ഒന്ന് അവളുടെ അടുത്തേക്ക് പോയി നോക്കുവോ? സിദ്ധാർത്ഥിന്റെ കോൾ കെട്ടിയ നിരഞ്ജനെ കുറച്ചേരം ആലോചിച്ചു. അവൾ പഴയ ഗോപികയല്ല എന്ന സിദ്ധുവിന്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ തറച്ചു നിന്നു. സത്യം എന്താണ് നേരിട്ടറിയാൻ തന്നെ നിരഞ്ജന തീരുമാനിച്ചു. സിദ്ധാർത്ഥിന്റെ സങ്കടം കേട്ട് നിരഞ്ജനയുടെ ഉള്ളും വിങ്ങി. തന്റെ കൂട്ടുകാർ ഇത്ര വേഗം മാറുമെന്ന് അവളും കരുതിയിരുന്നില്ല. നാട്ടിൽ തിരിച്ചെത്തിയ സിദ്ധാർത്ഥിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. പതിപോലെ രാവിലെ അവൻ പ്രമോദേട്ടനെ ഫോണിൽ വിളിച്ചു. പ്രമോദേട്ടാ, ഞാൻ തിരിച്ചു വന്നു. എപ്പോഴും വരുന്ന കവലയിൽ നിന്ന് വരുമോ? നമുക്ക് കോളേജിൽ പോവാം. അപ്പുറത്ത് പ്രമോദേട്ട ഒരു നിമിഷം മൗനമായി നിന്നു. പിന്നെ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, സിധു, ഞാൻ വരാം. പക്ഷെ നിനക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊന്നല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഓട്ടോയിൽ കോളേജിലേക്കുള്ള യാത്രയിൽ പ്രമോദേട്ടൻ ആ സത്യങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു. സിധു, നീ പോയതിന്റെ പിറ്റേന്ന് മുതൽ അവൾ എൻ്റെ ഓട്ടോയിൽ കയറി നിർത്തി. എന്നൊരു വലിയ വെള്ളക്കാർ വരും. അവളതിൽ ചിരിച്ചു തൂയി കയറിപ്പോവും. ഞാൻ ചോദിച്ചപ്പോൾ അത് സിദ്ധുവിൻ്റെ ഫ്രണ്ടാണെന്ന് അവൾ പറഞ്ഞു. പക്ഷെ ആ പോക്കും വരവും കണ്ടപ്പോൾ എനിക്കെന്തൊരു പന്തിയേട് തോന്നിയിരുന്നു. നീ ഇല്ലാത്ത തക്ക നോക്കി അവള്. പ്രമോദേട്ടൻ വാക്കുകൾ പൂർത്തിയാക്കിയില്ല. സിദ്ധാർത്ഥൊന്നും മിണ്ടിയില്ല. അവൻ്റെ നോട്ടം പുറത്തെ പാതയോരങ്ങളിലായിരുന്നു. താൻ എത്രയോ തവണ സ്വപ്നങ്ങൾ പങ്കുവെച്ച് യാത്ര ചെയ്ത അതേ പാത. കോളേജ് ഗേറ്റ് കടന്നപ്പോൾ തന്നെ സിദ്ധാർത്ഥിന് അന്തരീക്ഷത്തിലെ മാറ്റം മനസ്സിലായി. അവനെ കണ്ടതും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടികൾ നിശബ്ദരായി. പലരും അവനെ സഹതാപത്തോടെ നോക്കി. പരസ്പരം ചെവിയിൽ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ സിദ്ധുവിനെ? പാവം, ആൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്ത. പണം കണ്ടപ്പോൾ അവൾ അവനെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞില്ലേ? ആ വാക്കുകൾ ഓരോന്നും സിദ്ധാർത്ഥിന് നെഞ്ചിൽ ആണിയടിക്കുന്ന പോലെ തോന്നി. അപ്പോഴാണ് നിരഞ്ജന ഓടി വന്ന്. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. സിധു, നീ വന്നോ? നിരഞ്ജന അവൻ്റെ അരികിലിരുന്നു. സിദ്ധാർത്ഥ് മരവിച്ച സ്വരത്തിൽ ചോദിച്ചു, എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്താ നിരഞ്ജന? ഞാൻ എന്ത് തെറ്റായത്? അവളെ സ്നേഹിച്ചതോ? അത് അവൾക്ക് വേണ്ടി ജീവിച്ചതോ? നിരഞ്ജന അവൻ്റെ കൈകൾ അമർത്തി പിടിച്ചു. നീ ഒരു തെറ്റും ചെയ്തില്ല സിധു. തെറ്റ് ചെയ്ത അവളാ. അവൾക്ക് നിന്റെ സ്നേഹത്തേക്കാൾ വലുത് ആ പണക്കാരൻ ചെക്കൻ്റെ കാറും പണവാ. അത് ഈ കോളേജിൽ പാട്ടായി കഴിഞ്ഞു. എല്ലാവർക്കും അറിയാം അവൾ നിന്നെ ചതിച്ചെന്ന്. പെട്ടെന്ന് ക്യാമ്പസ് റോഡിലൂടെ ആ വെള്ളക്കാർ മെല്ലെ കടന്നുപോയി. ഹോൺ മുഴക്കി കാറെന്നും സിദ്ധാർത്ഥിന്റെ ഹൃദയമിടിപ്പ് കൂടി. കാറിന്റെ ഡോർ തുറന്ന് അശ്വിൻ ഇറങ്ങി. പിന്നാലെ പുതിയൊരു ചുരിദാറും വില കൂടിയ ബാഗും തൂക്കി ആഡംബരത്തിന്റെ തിളക്കത്തിൽ ഗോപികയും. അവൾ സിദ്ധാർത്ഥിനെ നോക്കി. പക്ഷെ ആ കണ്ണുകളിൽ സ്നേഹത്തിന്റെ ഒരു തരി പോലും ഇല്ലായിരുന്നു. ഒരു അപരിചിതനെ നോക്കുന്ന പോലെ അവൾ മുഖം തിരിച്ച് നടന്നകന്നു. സിദ്ധാർത്ഥ അവിടെ തളർന്നിരുന്നു പോയി. നിരഞ്ജന അവളുടെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവരെ നോക്കി പല്ലിറുമ്മി. സിധു, എഴുന്നേക്ക്. നിന്റെ വിലയറിയാത്തവർക്ക് വേണ്ടി നീ ഇങ്ങനെ തകരരുത്. കാർ ഇതിന് മറുപടി നൽകും. സിദ്ധാർത്ഥിന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ നിലത്ത് വീണു. അന്ന് വൈകുന്നേരം കോളേജ് വിട്ടപ്പോൾ നിരഞ്ജന പതിവ് പോലെ ഗോപികയെ കാത്തു നിന്നു. എന്നാൽ ഗോപിക തന്റെ ബാഗുമെടുത്ത് വശത്തെ ഗേറ്റിലൂടെ വേഗത്തിൽ നടക്കുന്ന നിരഞ്ജനെ കണ്ടു. അവൾ ഗോപികയെ പിന്തുടർന്നു. ഗേറ്റിന് പുറത്ത് ആഡംബരപൂർണമായ ഒരു വെള്ളക്കാർ കാത്തിരിപ്പുണ്ടായിരുന്നു. കാറിനടുത്തെത്തിയപ്പോൾ ഗോപികയുടെ മുഖത്ത് സിദ്ധാർത്ഥിന് പോലും നൽകാത്തൊരു തിളക്കം. കാറിനുള്ളിലിരുന്ന അശ്വിൻ ഡോർ തുറന്നെടുത്തു. ഗോപിക ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. നിരഞ്ജനക്ക് നിയന്ത്രണം വിട്ടു. അവൾ ഓടിച്ചെന്ന് കാറിന് മുമ്പിൽ നിന്നു. ഗോപിയെ, നിക്കവിടെ. കാറിൽ നിന്നിറങ്ങിയ ഗോപികയുടെ മുഖത്ത് പരിഭ്രമത്തേക്കാൾ കൂടുതൽ പുച്ഛമായിരുന്നു. നീ എന്താ ഇവിടെ നിരഞ്ജന? നീ ഇത് എങ്ങോട്ടേക്ക് പോകുന്നു? സിദ്ധു എറണാകുളത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഓരോ പൈസ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുമ്പോൾ നീ ഇവിടെ വേറെ ആരുടെ കൂടെ കറങ്ങിയാണോ? നിരഞ്ജന ദേഷ്യം കൊണ്ട് വിറച്ചു. അശ്വിൻ കാറിൽ നിന്നിറങ്ങി ഗോപികയുടെ തോളിൽ കൈവച്ചു. ഗോപിക, ആരാ ഇത്? ഗോപിക നിരഞ്ജനയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ഇതെൻ്റെ ഒരു ഫ്രണ്ടാ, വെറുതെ ഉപദേശിക്കാൻ വന്നാ. എന്നിട്ട് നിരഞ്ജനയ്ക്ക് നേരെ തിരിഞ്ഞു. നീ ഇതൊന്ന് കേട്ടോ. സിദ്ധാർത്ഥിൻ്റെ ആ പഴയ ഓട്ടോയിലും ബസ്സിലും കയറി എനിക്ക് മടുത്തു. എനിക്ക് നല്ലൊരു ജീവിതം വേണം. സിധുവിന് തരാൻ കഴിയാത്ത ആഡംബരങ്ങൾ എനിക്ക് വേണം. അതിനെ നീ ചതിയുന്ന വഞ്ചനയെ എന്ത് വേണമെങ്കിലും വിളിച്ചു. എനിക്ക് പരാതിയില്ല. നിരഞ്ജനയുടെ കൈകൾ അറിയാതെ ഉയർന്നു. നിനക്ക് നാളെ ഇത് പറയാൻ
അവനവന്റെ ചോര നീരാക്കിയാ നിന്റെ കോളേജ് ഫീസ് അടക്കുന്നത്. അവന്റെ സമ്പാദ്യം നിന്റെ വീട്ടിലെ കഷ്ടപ്പാട് മാറ്റാൻ നൽകി. അവനെ ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയിടി? അതൊക്കെ അവന്റെ ഇഷ്ടമല്ലേ? ഗോപിക തണുപ്പ മട്ടിൽ പറഞ്ഞു. ഇനി അവന്റെ സഹായം എനിക്ക് വേണ്ട. അശ്വിനെല്ലാം നോക്കിക്കോളും. നീ പോയി അവനോട് പറ ഇനി എന്നെ വിളിക്കേണ്ടെന്ന്. നിനക്ക് എങ്ങനെ കഴിയുന്നടി ഇത്രയും ക്രൂരത കാണിക്കാൻ? നിരഞ്ജനയുടെ ശബ്ദം കോളേജ് വരാന്തയിൽ മുഴങ്ങി. അപ്പുറത്ത് അവൻ തകർന്നിരിക്കുന്നത് കണ്ടില്ലേ നീ? നിനക്ക് വേണ്ടി ജീവിച്ചവനാടി അവൻ. അശ്വിൻ എന്തോ പറയാൻ തുടങ്ങിയാലും നിരഞ്ജന കൈയുയർത്തി അവൻ തടഞ്ഞു. നീ മിണ്ടരുത്. ഇവിടെ മനസ്സ് മാറ്റി ആ പണക്കൊഴുപ്പ് നിന്റെ കയ്യിലുണ്ടാവും. പക്ഷെ അത് കണ്ട് മയങ്ങി ഇവളെ പോലത്തെ കിട്ടിയ നിന്നെ ഓർത്ത് എനിക്ക് സാധാരണയുള്ളൂ. ഗോപിക തന്റെ കൈ വിടുവിച്ചുകൊണ്ട് നിരഞ്ജനയെ രൂക്ഷമായി നോക്കി. നീ എന്തിനാ നിരഞ്ജന എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? സിദ്ധുവിന് വേണ്ടി വക്കാലത്തായി നീ ഇങ്ങോട്ട് വരണ്ട. അവന് പണമില്ല, അവൻ എന്നെ നോക്കാൻ കഴിയില്ല. അതാ സത്യം. എനിക്ക് അശ്വിനെയാ ഇഷ്ടം. പണമില്ലാത്ത സ്നേഹിക്കാൻ യോഗ്യനില്ലെന്നാണ് നീ പറയുന്നത്. നിരഞ്ജന ആക്രോശിച്ചു. അവൻ ചോര നീരാക്കി നിന്റെ കുടുംബത്തിന് നൽകിയ പണം ഉണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയില്ല. നിനക്ക് നിന്റെ മനസാക്ഷിയെ പണം വെക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ സിദ്ധുവിന്റെ സ്നേഹത്തിന് നീ അർഹയല്ല. ഗോപിക പുച്ഛത്തോട് ചിരിച്ചു. ചുറ്റും കൂടി നിൽക്കുന്ന കുട്ടികൾ നോക്കി അവൾ ഉറക്കെ പറഞ്ഞു. ഓ, അപ്പൊ അതായിരുന്നു നിന്റെ ലക്ഷ്യം. നിനക്ക് അവനോട് അത്രയ്ക്ക് ദണ്ണോ സ്നേഹമുണ്ടെങ്കിൽ നീ പോയി കെട്ടിക്കോ അവനെ. വേണ്ടാന്ന് വെച്ചൊരു എച്ചിലിനെ പോലെ ഞാൻ അവന് നിനക്ക് തന്നു. കൊണ്ടുപോയി കെട്ടിക്കോ. ആ വാക്കിൽ കേട്ട് നിരഞ്ജനയുടെ മുഖം വിളറി. അവൾക്ക് നേരെ വന്ന അപമാനത്തിനു മുമ്പിൽ ഒരു നിമിഷം അവൾ തരിച്ചു നിന്നു. പക്ഷെ അടുത്ത നിമിഷം സിദ്ധാർത്ഥിന്റെ തകർന്ന മുഖമോർത്തപ്പോൾ അവൾ തന്റെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് ഗോപികയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി നിരഞ്ജന ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അതേടി, ഞാൻ കെട്ടും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.